ഉണ്ടാകും. അപ്പം ബ്ലഡ് ലോസ് വന്നിട്ട് HP വളരെ കുറവായിരിക്കും മിക്ക കേസസിലും. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മാൽന്യൂട്രീഷനും ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ജനറൽ ഗ്രോത്ത് റിട്ടാർഡേഷനൊക്കെ നടക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്രവാസികളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടുവരാറുണ്ട്. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഈ ഒരു കണ്ടീഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് ഡോക്ടറിന് തോന്നിയിട്ടുണ്ടോ? ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടാണ് ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിൻ്റെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് മ്യൂക്കോസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇതിനെ ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണ്ടിട്ട് റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ള കാറ്റഗറി. ഇതിന് ജനറ്റിക് ഫാക്ടേഴ്സ് ഹെറിഡിറ്ററി ആയിട്ടും കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെ ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. പ്രവാസ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. ചില ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഡയറ്റ് ട്രിഗേഴ്സായിട്ട് മെയിൻലി കണ്ടുവരുന്നത് ഫാറ്റി ഭക്ഷണങ്ങൾ, റീയൂസ്ഡ് ആയിട്ടുള്ള ഓയിൽസിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെയുള്ള ഭക്ഷണ രീതികളൊക്കെ. അതേപോലെ തന്നെ ഡയറി പ്രോഡക്ട്സിൽ നല്ല രീതിയിൽ ട്രിഗേഴ്സ് വരാറുണ്ട്. ഗ്ലൂട്ടൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മൈദ പ്രോഡക്ട്സ് കൂടുതൽ എടുക്കുന്നത്, അതേപോലെ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, കഫിനേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ ഓവർ യൂസ്, ഇതൊക്കെ ട്രിഗർ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ പ്രവാസികളിൽ പ്രത്യേകിച്ച് കൂടുതലായി കണ്ടുവരുന്ന മെൻ്റൽ സ്ട്രെസ് ഒരു വലിയ ട്രിഗറിങ് ഫാക്ടറായിട്ട് നമ്മൾ കാണാറുണ്ട്. സ്ട്രെസ്സ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫ്ലെയറപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡേഴ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിലാപ്സസ് ആൻഡ് റെമിഷൻസ് വരുന്ന ഒരു അസുഖമാണ്. ഒരു ക്രോണിക് കണ്ടീഷനാണെന്ന് പറഞ്ഞല്ലോ. കുറച്ച് നാൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് സിംറ്റംസ് ഇല്ലാതെ തന്നെ ഉണ്ടാവും. പിന്നെ അത് റെമിഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരവസ്ഥ. അപ്പം ഈ സ്ട്രെസ് ട്രിഗറിൽ കൂടുതലായിട്ടും ഇങ്ങനെ ഈ ഒരു ഡ്യൂറേഷൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. യൂഷ്വലി ഇതുപോലൊരു കണ്ടീഷനിൽ ഒട്ടുമിക്ക ആളുകളും ഹോം റെമഡീസ് ആയിരിക്കും അപ്രോച്ച് ചെയ്യുക. അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നോ ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നോ ഒരു അറിവില്ല. അപ്പോൾ ഡോക്ടറെ ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്? പല ആളുകളും ഹോം റെമഡീസ് ആയിട്ട് ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിംഗ് പോലെയുള്ള കണ്ടീഷൻ ഇതിൻ്റെ സിംറ്റംസ് ആണല്ലോ, ആ ഒരു ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ സാധാരണയായി നോക്കാറുണ്ട്. പക്ഷേ ആ ലക്ഷണങ്ങളെ ചികിത്സിക്കാനല്ല ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷന് വേണ്ടത്. കാരണം അണ്ടർലൈൻ ആയിട്ടുള്ളൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ബോഡിയിലുള്ളത്. അപ്പം ആ ഇൻഫ്ലമേഷനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബേസിക് കാരണമായിട്ടുള്ള ആ ഓട്ടോ ഇമ്മ്യൂൺ മെക്കാനിസത്തെ മോഡിഫൈ ചെയ്യാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതിൽ തന്നെയാണ് ആയുർവേദത്തിൻ്റെ സാധ്യതകളും. ഇപ്പോൾ ഹോം റെമഡീസ് വഴി സിംറ്റമാറ്റിക് റിലീഫ് എന്തായാലും പേഷ്യൻസിനുണ്ടാകും. ആ ബ്ലോട്ടിങ് ചെറുതായിട്ടൊന്ന് കുറയും, അതിലവർ തൃപ്തരാകുകയാണ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരിലും റെക്കറൻ്റായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ക്രോണിക്കായിട്ട് അതെങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ കോളോൺ ക്യാൻസർ പോലെയുള്ള കണ്ടീഷനിലേക്കും അത് ഡ്രാഗ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇൻഫ്ലമേഷനെ അപ്പോൾ സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറിറ്റേഷൻസ് കുറയും. ഇങ്ങനെയുള്ള സാധ്യതകളിലേക്ക് അത് പോകുന്നത് കുറയ്ക്കാനും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. IBD കേസസ് മാത്രമല്ല, മിക്ക തരത്തിലുള്ള ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷനും ആയുർവേദത്തിൻ്റെ സാധ്യതകൾ വളരെയാണ്. പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, റെക്കറൻസിനെ മാക്സിമം തടയുക, ആ ഒരു റെമിഷൻ സ്റ്റേജിനെ മാക്സിമം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആയുർവേദത്തിൻ്റെ മെയിൻ ലക്ഷ്യം. അതിന് പ്യുവർലി നാച്ചുറൽ ഹെർബൽ ട്രീറ്റ്മെൻറ്റ്സ് ലഭ്യമാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. മെൻ്റൽ സ്ട്രെസ് റിലീഫിനായിട്ട് ആയുർവേദത്തിൽ വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള എക്സ്റ്റേണൽ തെറാപ്പികൾ അവൈലബിൾ ആണല്ലോ ഡോക്ടർ. അതും ഈ IBD കണ്ടീഷനുമായിട്ട് എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആകുന്നത് എന്ന് പറയാം? സ്ട്രെസ് ഹോർമോൺസ് ലെവൽസ് പ്രവാസികളിൽ വളരെ കൂടുതലാണ്. അതായത് പലതരത്തിലുള്ള മെൻ്റൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ. ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ട്രാഫിക് സ്ട്രെസ്സ്, അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് സ്ട്രെസ്സ്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ആകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സെയിൽസ് ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് മെൻ്റൽ സ്ട്രെസ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ ആയുർവേദ ചികിത്സകളായിട്ടുള്ള ചില എക്സ്റ്റേണൽ തെറാപ്പീസ് വളരെ സഹായകരമാണ്. അത് പല ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് കേസസും റെഗുലർലി ചികിത്സകൾ ചെയ്ത് അവരുടെ മെൻ്റൽ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്ത് IBDനെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായും റെഗുലർലി നമ്മൾ കണ്ടുവരുന്നുമുണ്ട്. മെൻ്റൽ സ്ട്രെസ്സിനായി നമ്മൾ സാധാരണ കൊടുക്കുന്നത് ജനറൽ റിലാക്സേഷൻ മസാജുകൾ പോലും മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സ്, അതായത് എക്സ്റ്റേണൽ അഭ്യംഗം പോലെയുള്ള ചികിത്സകളിൽ നമ്മുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ മാക്സിമം ഹാപ്പി ഹോർമോൺസിനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത്
എൻഡോർഫിൻസ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സ്ട്രെസ് റിലീഫിന് വലിയൊരു പങ്ക് വഹിക്കുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പം മെൻ്റൽ സ്ട്രെസ് റിലീഫിനായിട്ട് എക്സ്റ്റേണലി നമ്മൾ ചെയ്യുന്ന അഭ്യംഗം ഒരു ബേസിക് ട്രീറ്റ്മെൻറ്റാണ്. അതുൾപ്പെടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ സഹായകരമാകുന്നുണ്ട്. അതേപോലെ തന്നെ ശിരോധാര എന്ന് പറയുന്നൊരു എക്സ്റ്റേണൽ തെറാപ്പിയുണ്ട്. ശിരോധാരയിൽ നമ്മൾ മാക്സിമം ഒരു 1 hour അല്ലെങ്കിൽ 45 minutesോളം നമ്മുടെ തലയിൽ ഹെർബൽ ഓയിൽസ് കൊണ്ട് ധാര ചെയ്യുന്ന രീതിയാണ്. അത് വീക്ക്ലി ആയിട്ടോ മന്ത്ലി ആയിട്ടോ ഡെയിലി ബേസിസിലോ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സയാണ്. പക്ഷേ പേഷ്യൻറ്റിൻ്റെ ജനറൽ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ട് ഈ ചികിത്സകളൊക്കെ പേഷ്യൻറ്റിന് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. ശിരോധാര പോലെയുള്ളത്, അഭ്യംഗം പോലെയുള്ളത്, എക്സ്റ്റേണൽ തക്രധാര പോലെയുള്ള ചികിത്സകൾ ഇതെല്ലാം വളരെ ഫലപ്രദമാണ്. ഞവരക്കിഴി പോലെയുള്ളതൊക്കെ മെൻ്റൽ സ്ട്രെസ്സിന് നല്ല രീതിയിൽ ശരീരത്തിൻ്റെ പിത്തശമനത്തിനായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതികളാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ഇൻറ്റേർണൽ മെഡിക്കേഷനും എക്സ്റ്റേണൽ തെറാപ്പി പാരലലി പേഷ്യൻസിന് വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് അഥവാ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ 800 ആയുർവേദ അഥവാ കോട്ടക്കൽ കസ്റ്റമർ കെയർ നമ്പർ 056989597 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. കോട്ടക്കൽ ടോക്സിൽ.